ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ താജ്മഹൽ കാണാനാണ് പോകുന്നത്. അങ്ങനെ താജ്മഹലിലേക്ക് ആഗ്ര പട്ടണത്തിലൂടെയുള്ള ഒരു യാത്രയിലാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മുഗളന്മാരുടെ ഭരണത്തിന് കീഴിൽ ആഗ്രയുടെ സുവർണ കാലഘട്ടമായിരുന്നു. അന്നത്തെ ആഗ്രയിലൂടെയാണ് ഇന്നെൻ്റെ യാത്ര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുൻനിര മുഗൾ രാജാക്കന്മാരായ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ എന്നിവരുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നമ്മൾ ഈ സഞ്ചരിക്കുന്ന ആഗ്ര. മുഗൾ ഭരണകാലത്ത് ആഗ്ര പഠനം, കല, വാണിജ്യം എന്നിവയുടെ കേന്ദ്രമായി മാറി. ആഗ്ര കോട്ട, ആഗ്രയിലെ ഏറ്റവും വിലയേറിയ സ്മാരകമായ താജ്മഹൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ ആഗ്രയാണ്. ഈ ആഗ്ര പട്ടണത്തിലാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി നഗരം ആദ്യം മറാത്തകളുടെയും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഭരണത്തിന് കീഴിലായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആഗ്ര ഒരു വ്യാവസായിക നഗരമായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. ടൂറിസം വ്യവസായവും, പാദരക്ഷകൾ, തുകലുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, മറ്റ് നിർമ്മാണം എന്നിവയോടൊപ്പം താജ്മഹലും ആഗ്ര കോട്ടയും യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളായി മാറിയിരിക്കുന്ന ഒരു ചെറിയ പട്ടണത്തിലൂടെയാണ് ഞാനൊന്ന് വഴി തെറ്റി, അതാണ് വൺ വേ തെറ്റിച്ചൊന്ന് ഇതിലേ എടുത്തത്. വീണ്ടും ആഗ്ര ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ആഗ്രയിൽ നല്ലൊരു കാലാവസ്ഥയാണ്. ശൈത്യകാലത്ത് അതിശൈത്യമൊന്നുമില്ല. അതുപോലെ ചൂടുള്ളതും വരണ്ടതുമായ വേനൽക്കാലമാണ് ഇവിടെയുള്ളത്. അതുപോലെ മൺസൂണും നല്ല മഴയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഞാൻ മൺസൂൺ കാലത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഡൽഹി, ജയ്പൂർ, ആഗ്ര എന്നീ ഗോൾഡൻ ടൂറിസ്റ്റ് ട്രയാങ്കിൾ ഉൾപ്പെട്ട ഒരു സർക്യൂട്ടാണ് ഈ ആഗ്ര. അതുപോലെ തന്നെ ലക്നൗ, വാരാണസി എന്നിവയ്ക്കൊപ്പം ഉത്തർപ്രദേശിൻ്റെ ടൂറിസ്റ്റ് സർക്യൂട്ട് ഹെറിറ്റേജ് ആർക്കിലും ഈ ആഗ്ര ഉൾപ്പെട്ടിരിക്കുന്നു. ആഗ്ര ഈ താജ്മഹലിലേക്ക് പോകുന്ന പ്രദേശം എല്ലാം ഇടുങ്ങിയ വഴികളൊക്കെയാണ് ഉൾഭാഗത്തെ കൂടിയൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഞാൻ ആഗ്രയുടെ ചെറിയ ആ താജ്മഹൽ നിൽക്കുന്ന ആ പട്ടണത്തിൻ്റെ ചെറിയ വീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രയിൽ വായുമലിനീകരണം വളരെ കൂടുതലുള്ള ഒരു പട്ടണമാണ്. സമീപത്തുള്ള യമുന നദിയിലേക്ക് മലിനജലം ധാരാളമായി ഒഴുക്കുന്നു. താജ്മഹലിന് കാര്യമായ നാശനഷ്ടങ്ങളും ഇതുമൂലം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ഇപ്പോൾ ലോകത്തിലെ 8ാമത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽപ്പെട്ടിരിക്കുന്നു ആഗ്ര. താജ്മഹലിൻ്റെ വെള്ള മാർബിൾ നിറത്തിന് മലിനമായതുകൊണ്ട് കാരണം മഞ്ഞയും പച്ചയും പോലെയുള്ള നിറമായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മലിനമായ നദികളിൽ ഒന്നാണ് യമുന നദി. താജ്മഹലിൻ്റെ പുറകിലൂടെ പോകുന്ന യമുന നദി ഡൽഹിയിൽ നിന്നും ആഗ്രയിൽ നിന്നും ഏറ്റവും അധികം മാലിന്യം ഈ നദിയിലേക്ക് തള്ളുന്നു. ആഗ്ര ജില്ലയിൽ ആഗ്ര, ഫത്തേപൂർ സിക്രി എന്നീ 2 ലോകസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ആഗ്രയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളുമുണ്ട്. വളരെ മലിനമായ യമുന നദിയിൽ നിന്നുള്ള ജലമാണ് ശുദ്ധീകരണത്തിന് കൂടുതലുമായും ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഭൂഗർഭജലവും. എന്നാൽ ഇവ രണ്ടിലുടെയും ഗുണനിലവാരം മോശമായതിനാൽ കുടിവെള്ളം ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ശുദ്ധീകരണത്തിന് അമിതമായി ക്ലോറിൻ ഉപയോഗിക്കുന്നു ഈ വെള്ളങ്ങളിലെല്ലാം. ഇപ്പോൾ ഗംഗാജൽ പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. ബുലന്ദ് ഷഹറിലെ അപ്പർ ഗംഗ കനാലിൽ നിന്ന് ആഗ്രയിലേക്ക് 130 കിലോമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ വെള്ളം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടം ടൂറിസം പോലെ തന്നെ രാജകീയമായ കരകൗശല വസ്തുക്കൾ, മാർബിൾ കൊത്തുപണികൾ, പരവതാനികൾ എന്നിവയുടെ യൂണിറ്റുകളും ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറേയേറെ കൃഷിയുമൊക്കെയുള്ള പ്രദേശമാണ് ആഗ്ര. ഇവിടങ്ങളിൽ തുകൽ, പാദരക്ഷ,
വ്യവസായവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആഗ്ര ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നീട് വാരാണസി, ഭോപ്പാൽ അങ്ങനെ നീളുന്നു അതിൻ്റെ പട്ടിക. ഇവിടെ വിനോദസഞ്ചാരികൾ ഓരോ കൊല്ലവും, കഴിഞ്ഞ കൊല്ലം അതിന് മുന്നു കൊല്ലമൊക്കെ 1 കോടിയിലേറെ ജനങ്ങൾ ഇവിടെ എത്തിയിരുന്നു എന്നാണ് ടൂറിസം വകുപ്പിൻ്റെ കണക്ക്. ഇവിടം ഷൂസ് നിർമ്മാണം വളരെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ് ആഗ്ര. പ്രതിദിനം ലക്ഷക്കണക്കിന് ജോഡി ഷൂസുകൾ ഇവിടെ നിർമ്മിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഈ ടൗണിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇതെല്ലാം പറയാതെ നമ്മൾക്ക് അങ്ങനെ ആഗ്ര ടൗണിനെ പറ്റി പറയാതെ താജ്മഹലിലേക്ക് പോകാൻ സാധിക്കില്ല. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ കവിളിൽ തങ്ങി നിൽക്കുന്ന ഒരു കണ്ണുനീർ തുള്ളി പോലെ എന്ന് താജ്മഹലിനെ ആ പ്രശസ്ത മഹാകവി പറഞ്ഞ പോലെ തന്നെ ആ കണ്ണുനീർ തുള്ളി കാണാനുള്ള യാത്രയിലാണ് നമ്മൾ. അങ്ങനെ ഞാൻ അതിൻ്റെ ഏകദേശം അടുത്തെത്തി. അപ്പോൾ ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് അവിടെ അതിലേക്ക് കടത്തി വിടുന്നില്ല എന്നാണ് അറിയിക്കുന്നത്. ഇതിന് വേറെ ഗേറ്റുണ്ട്, 3 ഗേറ്റ് ഉണ്ട്. അപ്പോൾ എന്നോട് അതിലെ നോർത്ത് ഗേറ്റിലേക്ക് പൊക്കോളാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോലീസുകാരനോട് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ച് അടുത്ത ഗേറ്റിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ പോലീസുകാരെല്ലാം ടൂറിസ്റ്റുകളോട് വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ ഓൺലൈനിലൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത്. തിരക്ക് അധികമില്ലാത്ത കാരണമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാഞ്ഞത്. നേരെ ഞാൻ ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഈ ആഗ്രയിലെ താജ്മഹലിൻ്റെ എൻട്രൻസ് കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് ചിത്രീകരണം നടക്കില്ല. CISF ജവാന്മാരായിരുന്നു സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തിയത്. നമുക്ക് ഇവിടേക്ക് കടക്കാൻ, താജ്മഹലിലേക്ക് എത്താൻ 3 കവാടങ്ങളാണുള്ളത്. അതിൻ്റെ പടിഞ്ഞാറേ കവാടത്തിലൂടെയാണ് ഞാൻ കടന്നത്. എല്ലാ ഗേറ്റിലൂടെയും താജ്മഹലിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. താജ്മഹൽ ഒഴികെ ഇവിടെയുള്ള ബാക്കി നിർമ്മിതികളെല്ലാം തന്നെ ഈ സൈഡിലൊക്കെ കാണുന്നത് പോലെ ഈ ചുമപ്പ മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നീളം കെട്ടിടത്തിനകത്ത് അന്നത്തെ പലരുടെയും ഖബറിടങ്ങളെല്ലാം തന്നെ ഈ വഴിയിൽ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അതുപോലെ ഇവിടെ അവിടുത്തെ ലോക്കൽ ക്യാമറമാന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. അംഗീകൃത ഫോട്ടോ എടുത്തു കൊടുക്കുന്നവർ, അവർ ഇവിടെ ടൂറിസ്റ്റുകളെയെല്ലാം പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇതിൽ അവരുടെ റേറ്റ് എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇതാ കാണുന്ന നീളം കെട്ടിടത്തിൽ കുറേ ഖബറിടങ്ങളെല്ലാം ഉള്ളതാണ്. അവിടെ നേരെ ഇടതുവശത്തായി കാണുന്ന ആ വലിയ നിർമ്മിതിയാണ് താജിൻ്റെ ഗേറ്റ്. താജ്മഹൽ കാണാൻ ഈ ഗേറ്റ് കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ കാണുന്നതാണ് ആ വലിയ കവാടം. ആ കവാടവും കടന്ന് യമുനയുടെ കരയിലുള്ള താജിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതാണ് ആ കവാടം. പ്രധാന കവാടത്തിലേക്ക് നടക്കുമ്പോൾ ഇവിടെ മരത്തണലിലാണ് ധാരാളം പേർ കൂടി നിൽക്കുന്നുണ്ട്. കുറേ പേർ നേരത്തെ കണ്ട പോലെ ഫോട്ടോഗ്രാഫേഴ്സും ഗൈഡുകളും എല്ലാം തന്നെ അവിടെ നമ്മൾ കണ്ടു. ഇതാണ് ആ താജ്മഹലിൻ്റെ തന്നെ സുന്ദരമായ നിർമ്മിതി. ഈ കാണുന്ന ഈ വലിയ ഗേറ്റിനും പ്രവേശന കവാടത്തിനും വളരെ സുന്ദരമായ നിർമ്മിതിയോടുകൂടി കൊത്തുപണിയോടുകൂടിയുള്ളതാണ്. ഇതിന് വലിയ ഒരു വാതിലുമുണ്ട്. അത് കടന്ന് വലിയൊരു നടുത്തളത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇതിന് ചുറ്റും തന്നെ നല്ല പേർഷ്യൻ ശൈലിയിലുള്ള കൊത്തുപണിയോടുകൂടിയ ഒരു കൂറ്റൻ കവാടം എന്ന് തന്നെ ഇതിനെ പറയാം. ഈ നിർമ്മിതിയെ ദർവാസ ഇ റൗസ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ഈ കവാടം കടന്ന് നമ്മൾ പുറത്തെത്തിയാൽ അങ്ങ് ദൂരെ താജ്മഹൽ അതാ അങ്ങനെ യമുനയുടെ തീരത്ത് നിൽക്കുന്നു. ഇവിടെ ധാരാളം പേർ നിന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. 1632 തുടങ്ങി 6 വർഷം എടുത്ത് പണിതതാണ് ആ കാണുന്ന താജ്മഹൽ. ഇതിൻ്റെ വാസ്തുശില്പി ഉസ്താദ് അഹമ്മദ് ലഹൗരി
എന്ന ഒരു വാസ്തുശില്പിയാണ് ഇത് നിർമ്മിച്ചത്. താജ്മഹലിലേക്ക് വെള്ളിയാഴ്ച പ്രവേശനമില്ല എന്ന് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഓർക്കണം. വെള്ളിയാഴ്ച ഇവിടെ മുടക്കമാണ്. താജ്മഹലിലേക്ക് ഈ കവാടം കടക്കുമ്പോൾ പിന്നെയും അകലെ അങ്ങകലെ കാണുന്ന ആ നിർമ്മിതി നമുക്കിവിടെ നിന്ന് കാണാം. കുറച്ച് ദൂരം ഈ ഗേറ്റ് കടന്ന് നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. ഈ കാണുന്നതാണ് താജ്മഹൽ. ലോകമെങ്ങും പ്രശസ്തിയുള്ള ആ ലോകാത്ഭുതമാണ് ആ നേരെ നിൽക്കുന്നത് താജ്മഹൽ. ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ കണ്ടിട്ടുള്ള, ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ള നിർമ്മിതിയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ഇത് പറഞ്ഞും കേൾക്കുന്നത്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു ക്ലാസിക് വാസ്തുവിദ്യയാണിത്. ഒരു നിർമ്മിതിയാണ്, ക്ലാസിക് നിർമ്മിതിയാണ് ഈ കാണുന്നത്. വലിയൊരു പൂന്തോട്ടത്തിന് അങ്ങേയറ്റത്ത് യമുനയുടെ നദീക്കരയിൽ അത് അങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നു. ഈ വലിയ ഗേറ്റ് കടന്ന് ഞാൻ നേരത്തെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ തടിച്ചുകൂടി നിന്നവരെല്ലാം തന്നെ ഇത് ഫോട്ടോ എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ പൂന്തോട്ടവും താജ്മഹലും എല്ലാം ചേർന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും ഈ പ്രദേശത്ത് തന്നെ നിന്ന് ഫോട്ടോ എടുക്കാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം തന്നെ അന്നത്തെ മുംതാസിൻ്റെ ചിത്രങ്ങളാണ്. താജിനേക്കാൾ വലിപ്പവും ഗംഭീരവുമുള്ള ധാരാളം നിർമ്മിതികൾ ലോകത്തിനുണ്ട്. എന്നിരുന്നാലും ഈ ക്ലാസിക്കിനെ ഇങ്ങനെ അകലെ നിന്ന് നോക്കി കാണുമ്പോൾ അതൊരു അതിമനോഹരമാണ്. അതിൻ്റെ 4 സൈഡിലുള്ള തൂണും ആ വെണ്മയാർന്ന സൗധത്തിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഭംഗി അത് താജ്മഹലിന് മാത്രം സ്വന്തം എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് താജ്മഹലിൻ്റെ ശില്പിയെ നമുക്കിവിടെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ നമിച്ചു പോകും. ഇത് കാണുമ്പോൾ ഉസ്താദ് അഹമ്മദ് ലഖൗരി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹമാണ് ഇതിൻ്റെ വാസ്തുശില്പി. മുകൾ ഭാഗത്തെ വലിയ പുൽമൈതാനം എല്ലാം തന്നെ വൃത്തിയായി ഒതുക്കിയിരിക്കുന്നു. നമുക്കിവിടുന്ന് കാണുന്ന പോലെ അതിൽ അഴുക്കൊന്നുമില്ല, ചപ്പുചവറുകളൊന്നും കാണാനില്ല. മുഗൾ കാലഘട്ടത്തിൽ ഈ ഉദ്യാനം ഇങ്ങനെയായിരുന്നില്ല. നിറയെ മരങ്ങളും മുഗൾ ഗാർഡൻസും ഒക്കെ ആയിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ അതൊക്കെ വെട്ടിനീക്കി അവരുടെ ഭരണകാലത്ത് കീഴിലാണ് ഇവിടെ പുൽമൈതാനം ഒരുക്കിയത്. അങ്ങനെ സമീപത്തേക്ക് തിരക്കിട്ട നമ്മൾ ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ നേരം വൈകിയാണ് എത്തിയത്. തിരക്കിട്ട് നടന്ന് അവിടേക്ക് എത്തിയില്ലെങ്കിൽ ഇരുട്ടാവും. അതുകൊണ്ട് എനിക്ക് അതിനു മുമ്പ് തന്നെ ഇവിടെ പുറത്ത് കിടക്കണം. എന്നിട്ട് എനിക്ക് യാത്ര വീണ്ടും തുടങ്ങേണ്ടതാണ്. ഇന്ന് ഞാൻ ആഗ്രയിലല്ല താമസിക്കുന്നത്. 5ാമത്തെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ 3ാമത്തെ ഭാര്യയായ മുംതാസ് മഹൽ ഷാജഹാൻ ചക്രവർത്തിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു മുംതാസ് മഹൽ. ഇവരുടെ പ്രണയം വളരെ പ്രശസ്തവുമായിരുന്നു. മുംതാസ് തൻ്റെ 14ാമത്തെ കുഞ്ഞിന് നൽബം നൽകി. അതിനുശേഷം ആ പ്രസവത്തോടുകൂടി മുംതാസ് മരണമടയുകയാണ് ഉണ്ടായത്. ആ സമയത്ത് മുംതാസിന് 38 വയസ്സായിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ പ്രണയകുടീരം ഈ യമുനയുടെ തീരത്ത് ഇവിടെ പണിതത്. ഇവിടം ധാരാളം വിദേശ രാഷ്ട്രത്തലവന്മാരെല്ലാം തന്നെ ഇവിടെ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ MD ബിൽ ഗേറ്റ്സ്, അതുപോലെ അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റുമാരായ ബറാക്ക് ഒബാമ, ബിൽ ക്ലിൻ്റൺ, അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ്, അങ്ങനെ ധാരാളം ലോക നേതാക്കൾ ഇവിടെ സന്ദർശിച്ചിട്ടുള്ളതാണ്. ചൈനീസ് പ്രസിഡൻറ്റ്, റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിൻ,
അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ ലോക നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ CEO മാർക്ക് സുക്കംബർഗ്, ഹോളിവുഡ് താരങ്ങളായ ടൈറ്റാനിക്കിലെ നായകൻ ഡീകാപ്രിയോ, ടോം ക്രൂസ്, ജൂലിയോ റോബർട്ട് തുടങ്ങിയ സെലിബ്രിറ്റികളും ധാരാളം ഇവിടെ വന്ന് ചെലവഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടുള്ള ഒരു പ്രധാന സ്മാരകം കൂടിയാണ് ഈ താജ്മഹൽ. നേരത്തെ നമ്മൾ എടുത്ത ടിക്കറ്റ് താജിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാനുള്ളതായിരുന്നു. ഇനി താജിൻ്റെ അടുത്ത് ഈ 20 അടി ഹൈറ്റിലുള്ള ഈ തറ, താജിൻ്റെ ഈ അടിത്തറയുടെ അപ്പുറത്തെ സൈഡിൽ ഇതിനുള്ളിൽ കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറുണ്ട്. എന്നിട്ട് വേണം താജിനകത്ത് കയറാൻ. ഭീമാകാരമായ 4 മിനാരങ്ങളാണ് നമുക്ക് ഈ മുന്നിൽ കാണുന്നത്. ഇതിന് ഭൂമി കുലുക്കുമ്പോൾ മറ്റോ ഉണ്ടായാൽ അത് താജ്മഹലിനകത്തേക്ക് വീഴാതിരിക്കാൻ ചെറിയ ഒരു ചെരുവോടുകൂടി, പുറത്തേക്ക് ഒരു ചെരുവോടുകൂടിയുള്ള നിർമ്മിതിയാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രവേശന കവാടത്തിൻ്റെ ഒരു ഫോട്ടോ. ഇത് ഈ അകലെ നിന്ന് പൂന്തോട്ടത്തിൽ നിന്ന് താജിനെ എടുക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഇത് മുംതാസ് മഹലിൻ്റെ സ്റ്റിൽ ഫോട്ടോകളാണ്. താജ്മഹലിൻ്റെ ഈ വെണ്ണക്കല്ലുകൾ ഈ മാർബിളുകൾ രാജസ്ഥാനിലെ അജ്മീറിനടുത്തുള്ള മക്രാന കോറികളിൽ നിന്നാണ് ഇത് ഇവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. സുന്ദരമായ മാർബിൾ നിർമ്മിതി, സൂക്ഷ്മമായി അനേകം കൊത്തുപണികൾ, എഴുത്തുകൾ രേഖപ്പെടുത്തിയ, ഖുറാൻ വചനങ്ങൾ രേഖപ്പെടുത്തിയ കൊത്തുപണികൾ എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാം. താജ്മഹലിൻ്റെ അകത്തേക്ക് ഗബറിടമാണ്, ക്യാമറ അനുവദിക്കില്ല. ഈ കുടീരത്തിൻ്റെ ഒത്ത നടുക്കാണ് മുംതാസിൻ്റെ ഖബറിടം. അതിൻ്റെ ഒരു വശത്ത് ഷാജഹാൻ്റെ ഖബറിടവുമുണ്ട്. ഷാജഹാൻ മരിച്ചപ്പോൾ അന്നത്തെ ചക്രവർത്തി ഷാജഹാൻ്റെ മകൻ ഔറംഗസീബിൻ്റെ നേതൃത്വത്തിലാണ് ഷാജഹാനെ ഇവിടം അടക്കം ചെയ്തത്. ഇതെല്ലാം ലോക നേതാക്കളുടെ അന്ന് ഇവിടെ വന്നപ്പോഴുള്ള ചിത്രങ്ങളാണ്. ഇത് എൻ്റെ ചിത്രവുമാണ്.